ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാക്സിൽ പോകാം എന്നൊക്കെയായിരുന്നു. ഇവിടെ ഉഷാഗര മാക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോകാം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇരുന്നിരുന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ ഇവിടെ നിന്ന് ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ജസ്റ്റ് ഇവിടെ ലുലുവിൽ കയറിയിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാട്ടോ. ഇപ്പം സഫാരി മോളിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതെ നമ്മളിപ്പം ലുലുവിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ച് കയറിയിട്ടുള്ളതാട്ടോ. അപ്പോൾ അവിടെ ഇപ്പം ഹാഫ് പേ ബാക്ക് ഓഫർ നടക്കുന്നുണ്ട്. ലുലുവിൽ മാത്രമല്ല, സഫാരി, നെസ്റ്റോ അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 200 ദറംസിന് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 100 ദറംസ് ഇൻസ്റ്റൻറ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാകും. അതിനുള്ളിൽ നമുക്ക് ഗാർമെൻറ്റ്സ്, ഫുഡ് വെയർ, പിന്നെ ഹാൻഡ് ബാഗ്സ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. അപ്പം എനിക്കിപ്പോൾ ഡ്രസ്സ് എടുക്കാനില്ല, മക്കൾക്കും ഇക്കാക്കും എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മക്കളുടേത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഞാൻ നോർമൽ ടൈപ്പിലുള്ള ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഓവറായിട്ടുള്ള എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലും രണ്ടാളും ഇടില്ല, ഭയങ്കര ചൂടും ബുദ്ധിമുട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നോർമൽ ടൈപ്പിലുള്ള ടീഷർട്ടും പാൻറ്റും എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ ഐസാഴൊക്കെ ആണെങ്കിലും ഈ ഫ്രോക്കും അങ്ങനത്തെ ഒന്നും ഇടില്ല. ആൾക്ക് മൂടുണ്ടെങ്കിലേ ഇടുള്ളൂ. ചിലപ്പം പുറത്തിറങ്ങി ഫ്രോക്കൊക്കെ എടുത്ത് വെച്ച് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇടില്ല. പാൻറ്റും ഉടുപ്പുമാണ് ഇഷ്ടം. അസാൻ ഇടുന്നത് കൊണ്ട് അങ്ങനത്തെ ഇടാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പക്ഷേ അത്യാവശ്യം ഈ പാർട്ടി വെയർ കളക്ഷൻസിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ എടുത്തിട്ടില്ല, ഇതൊന്നും ഇടില്ല. അപ്പം പാൻറ്റൊക്കെ ആണെങ്കിലും നോർമൽ ടീഷർട്ടൊക്കെ ആണെങ്കിലും ഇപ്രാവശ്യം നല്ല കളക്ഷൻസ് ലുലുവിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഫോർഡബിൾ റേറ്റിലും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കളക്ഷൻസ് കണ്ടു നോക്കി. ഈ ഗേൾസിൻ്റെ ഇങ്ങനത്തെ ഈ പാൻറ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പാൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സൈഡിൽ ഫ്രില്ല് വരുന്നതും പിന്നെ ഈ പോക്കറ്റിൻ്റെ ആ ഒരു പോർഷനിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിൽ നിന്ന് അങ്ങനത്തെ ടൈപ്പിൽ ഒരെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ പാൻറ് ആണെങ്കിലും ഇങ്ങനെ ചെറിയ ട്രൗസർ ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി വലിയ മക്കൾക്കൊക്കെ ആണെങ്കിലും ഫ്രോക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കളക്ഷൻസൊക്കെ.
പിന്നെ ഇവിടെ ലേഡീസിൻ്റെ കളക്ഷൻസ് എന്തോ എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതിൽ നിന്നും കുറച്ച് കുറവ് പോലെയാട്ടോ തോന്നിയിട്ടുള്ളത്. മറ്റേത് ലുലുവിൽ ഇങ്ങനെ ഗൗൺ ടൈപ്പൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം അത്രയും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാങ്ങുന്നില്ല, കാരണം എനിക്ക് ഈ പാകിസ്ഥാനി ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്രാവശ്യം അങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഫേസ്ബുക്ക് ആൻഡ് വാട്സാപ്പ് ത്രൂ ഒക്കെ ഇങ്ങനെ ലേഡീസ് സെല്ല് ചെയ്യുമല്ലോ പ്യുവർ പാകിസ്ഥാനി സ്യൂട്ട്സൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ അവരുടെ കോട്ടൺ നല്ല എന്താ പറയുക, സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടണാണല്ലോ, നമുക്ക് വലിയ ചൂടെടുക്കില്ല, നല്ല അങ്ങനത്തെ ടൈപ്പിലുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ കളക്ഷൻസൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ട്യൂണിക് ടോപ്സിൻ്റെയൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ലേ. ഗൗൺ മോഡലൊക്കെ ഒത്തിരി കളക്ഷൻ കുറവ് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാൻഡ് ബാഗ്സിൻ്റെ സെക്ഷനിലാണെങ്കിലും ഈ ജോൺ ലൂയിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇങ്ങനെ ഹാൻഡ് ബാഗ്സിനൊക്കെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 39 dirhamsൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലതാണ്, ഇവിടുത്തെ ഹാൻഡ് ബാഗ്സൊക്കെ നല്ലതാണ്. പക്ഷെ കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു സ്ലിംഗ് ബാഗ് ടൈപ്പിലുള്ളതും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ഒരു സമയത്ത് അസാനും ഐസായും ഇവിടെ പുറത്ത് കളിക്കാനായിട്ടാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ ഈ ജീപ്പും കാറും അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനകത്ത് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് ഇവരെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇവരെ നോക്കിയിട്ട് പുറത്ത് നിൽക്കുമായിരുന്നേ. അപ്പോൾ ആക്ച്വലി നമുക്ക് സമാധാനമായിട്ടൊന്ന് നോക്കിയെടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ രണ്ടുപേരും കൂടി ഭയങ്കര ഓട്ടവും ബഹളമൊക്കെയാണ്. പിന്നെ ഐസായാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ഒളിച്ച് നിന്ന് കളയും. പിന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ടെൻഷനായിട്ട് നമുക്ക് എന്താ പറയുക, ആകെ ടെൻഷനാകും. വിളിച്ചാലും വിളിയേക്കില്ല, അതിനുള്ളിൽ കയറി അങ്ങ് നമ്മളെ പറ്റിക്കാനായിട്ട് അങ്ങ് നിന്ന് കളയും. പിന്നെ അവസാനം അവിടെ നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്ത് നിന്ന് കളിക്കുന്നതുകൊണ്ട് പിന്നെ ഇച്ചിരി സമാധാനമായിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ടയർഡായപ്പോഴേക്കും പിന്നെ അവിടെ ഡിസ്പ്ലേക്ക് ഇങ്ങനെ ബെഡൊക്കെ വെച്ചിരിക്കുന്നതിൽ കയറി അങ്ങ് ഇരിക്കുവാണ്. പിന്നെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പിന്നെ താഴെ കാലിക്കറ്റ് സ്റ്റോറീസിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 12-12:30 ആയപ്പോൾ ഒരു ടൈമാണ് കേട്ടോ. ഇവിടെ എപ്പം വന്നാലും ഈ തിരക്ക് തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.